അതാരെ വിവരം ഇല്ലാത്തവനെ എടുത്തിട്ടേക്കുന്നു. മോനെ ഇതൊന്നും മനസ്സിലാവണില്ല. ഇവരെന്തൊക്കെയോ പറയണു. അതായത് നമ്മള് ഒരു ബസ് റൂട്ട് ഇൻ്റഗ്രേറ്റ് ഇവിടുന്ന് നമ്മളാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഓൾറെഡി സർവീസിൽ ഉണ്ടായിരുന്ന ബസ്സല്ലേ. എറണാകുളം ബാംഗ്ലൂർ സ്ലീപ്പർ ബസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ബസ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സെല്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഭാരത് ബസ് അതും കൂടെ ഭാരത് ബസ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ആൾക്കാർ ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹെവി ഫെയർ ഇട്ട് വെച്ചിരിക്കുന്നത്. 4000 എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ ആരും ബുക്ക് ചെയ്യുമോ? 4000 ഫെയർ എല്ലാ സീറ്റിനും 4000 ഫെയർ ഇട്ട് കഴിഞ്ഞാൽ ആരും ബുക്ക് ചെയ്യും? ആരും ബുക്ക് ചെയ്യില്ല. അത് ബുക്കിംഗ് വരില്ല, നമുക്കറിയാലോ. അപ്പോൾ അത് ബുക്കിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അതിനിപ്പോൾ എന്താ പ്രശ്നം? അതും ഇയാൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും റീറൂട്ട് ചെയ്ത് വീണ്ടും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഉള്ള റൂട്ടിലേക്ക് വണ്ടി റീപ്ലേസ് ചെയ്താൽ മതിയല്ലോ. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് ആരും വിവരം ഇല്ലാത്തവനെ എടുത്തിട്ടേക്കുന്നത്. എനിക്ക് ബോധമില്ല അത്ര തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അയാളുടെ അജ്ഞത കൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഡെയിലി 3 സർവീസ് ഉണ്ടായിരുന്നതാണ്. ഒന്ന് റാന്നി ആ ഭാഗത്ത് നിന്ന് ബാംഗ്ലൂർക്ക്, പിന്നെ കാഞ്ഞിരപ്പള്ളി ബാംഗ്ലൂർ, പിന്നെ എറണാകുളം ബാംഗ്ലൂർ. അത് എറണാകുളം ബാംഗ്ലൂർ നമ്മൾ ബസ് റീപ്ലേസ് ചെയ്യണം. അത് പുതിയ ബസ് എടുക്കാൻ വേണ്ടി റീപ്ലേസ് ചെയ്യണം. പക്ഷേ ആ റൂട്ട് അവിടെ തന്നെ ജസ്റ്റ് അവിടെ വെച്ചിരിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു റൂട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ GPS എന്ന് പറയുന്ന കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഓൾറെഡി ഉള്ളത് അവിടെ ഇട്ട് വെച്ചേക്കുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ ആൾക്കാർ ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് 4000 കയറി. ആരെങ്കിലും ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ആ കസ്റ്റമറെ വിളിച്ച് പറയാം, സർവീസ് ഇല്ലാത്തതാണ്, അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ ഫെയർ എടുക്കാൻ പറയും. ഇന്ന ബസ് ഉള്ളതിനായിട്ട് എടുക്കാൻ പറയും. അതിനകത്ത് എന്താ പ്രശ്നം? ആരെങ്കിലും ബുക്ക് ചെയ്യോ? ആവില്ല. ഓണമൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ സമയത്ത് അങ്ങനെ ഒരു ബുക്കിംഗ് നടക്കുന്നു വിചാരിക്കും. അല്ലാതെ ബുക്ക് ചെയ്യില്ലായിരുന്നു. ഈ വീഡിയോ ചെയ്ത ഇദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ബുക്കിംഗ് വന്നിട്ടില്ല. സാധാരണ രീതിയിൽ ആരും ബോധമുള്ള ആരും ബുക്ക് ചെയ്യില്ല. കാരണം 4000 റുപ്പീസ് ഈ ഓഫീസിനെ കൊണ്ട് ആരെങ്കിലും ബുക്ക് ചെയ്യോ? ആവില്ല. ഓണമൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ സമയത്ത് അങ്ങനെ ഒരു ബുക്കിംഗ് നടക്കുന്നു വിചാരിക്കും. അല്ലാതെ ബുക്ക് ചെയ്യില്ലായിരുന്നു. സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ രീതിയിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതൊരു സ്കാം ആക്കി മാറ്റാൻ പറ്റും. അല്ല, ഒരിക്കലും നിങ്ങൾക്ക് സ്കാം ആക്കി മാറ്റാൻ പറ്റില്ല. കാരണം ഒരു ടിക്കറ്റ് നിങ്ങൾ ഹൈലൈറ്റിൻ്റെ ടിക്കറ്റ് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ എടുത്താലും, റെഡ് ബസ്സിൽ എടുത്താലും, അബി ബസ്സിൽ എടുത്താലും, ഏത് പ്ലാറ്റ്ഫോമിൽ എടുത്താലും ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്ന ഒരു ഇതുണ്ട്. ഞങ്ങളായിട്ട് ബുക്ക് ഓപ്പറേറ്ററായിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ റീഫണ്ട്. അത് ഏത് മീഡിയം വഴി എടുത്തു പറഞ്ഞാലും കിട്ടും. നിങ്ങൾ റെഡ് ബസ്സിൻ്റെ പുറകെ നിങ്ങൾ നടക്കുന്നതിന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റിൽ പോളിസി ഇല്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇല്ലേ? ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് ആ ബസ് ഇല്ല എന്നാണ് നിങ്ങളുടെ ആരോപണം, ആ ബസ് ഇല്ല, അത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ തെളിയിക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? ആ ബസ് ഓപ്പറേറ്റ് ചെയ്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മുഴുവൻ എല്ലായിടത്തും തെളിവുള്ളതല്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്കാം നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത് റെഡ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാറ്റ്ഫോം അല്ല, വലിയ പ്ലാറ്റ്ഫോമാണ്. സോ അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ടിക്കറ്റ്, ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്കായിട്ട് ഈച്ച് ആൻഡ് എവറി ടിക്കറ്റ്സ് അവർക്ക് അറിയാൻ പറ്റും. ഒരു ടിക്കറ്റ് ബുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു ടിക്കറ്റ് ബുക്കായി കഴിഞ്ഞാൽ ടിക്കറ്റിൽ ഫോൺ നമ്പർ ഉണ്ട്, കമ്പനിയുടെ നമ്പർ ഉണ്ട്. ഇനി ഞങ്ങൾ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തില്ല, നിങ്ങൾക്ക് റീഫണ്ട് തന്നില്ലെങ്കിൽ പിന്നെ കൺസ്യൂമർ കോർട്ടൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത്? ഡയറക്റ്റ് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ പോലെ. ഇത്രയും ലൈവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഹൈലൈറ്റ് റോളിങ്സ്. എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്, രജിസ്റ്റേർഡ് കമ്പനിയാണ്, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലിമിറ്റഡ് കമ്പനിയാണ്. നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ പാടില്ലേ? വെറുതെ എന്തെങ്കിലും സംസാരിക്കാറുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സ്കാം എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാട്ടുന്ന പരിപാടിയാണ് സ്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് സർവീസ് ഉണ്ടായിരുന്നു, ആ സർവീസിന് എത്ര റവന്യൂ കിട്ടുന്നു, അതിനുള്ള കംപ്ലീറ്റ് കണക്ക് ഞങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ഇല്ല എന്ന് പറയുന്നത് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹൈഫെയറിലേക്ക് കയറ്റി അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അതായത് ബുക്കിംഗ് വന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, റെഡ് ബസ് അറിയാൻ പറ്റും, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ഞങ്ങളുടെ എപി എന്നാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ വേറെ ആൾക്കാരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ബസ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, അതുപോലെ വണ്ടിയിൽ ജൂലൈ 30 വരെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഫെയർ 2500 താഴെയാണ്. പിന്നെ പ്രശ്നം? പിന്നെ 4000 രൂപ ഈ ടിക്കറ്റ് പോയി എടുത്തിട്ട് സ്കാമിൽ എന്ത് സ്കാം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക, പിന്നെ നിങ്ങൾ സ്കാം ആവും. അത് ഗവൺമെന്റ് അറിയാത്ത അക്കൗണ്ടാണോ? നിങ്ങൾ സ്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഓക്കെ, അത് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഓക്കെ. നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് അത് ഇതിനകത്തല്ലേ വരുള്ളൂ. കാണിച്ചിരിക്കുന്ന റെഡ് ബസ്സിൻ്റെ പോപ്പുലർ ഒരു കമ്പനി വെബ്സൈറ്റിലല്ലേ? പിന്നെ പ്രശ്നം? നിങ്ങൾക്ക് ധൈര്യം പറയാലോ, ഞാൻ റെഡ് ബസ്സിൽ എടുത്ത ടിക്കറ്റാണ്, ധൈര്യം പറയാലോ. ആ ടിക്കറ്റ് വരുമ്പോൾ റെഡ് ബസ്സിൻ്റെ ലോഗോ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഹൈലൈറ്റ് റോളിങ്സിൻ്റെ സൈറ്റിൽ നടത്തുന്ന ഹൈലൈറ്റ് റോളിങ്സിൻ്റെ ലോഗോ കിട്ടും. അതങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ അത് ഇല്ലാത്ത ബസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എപ്പോൾ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്താൽ സോൾഡ് ഔട്ട് കാണിക്കും. ദാറ്റ്സ് നാച്ചുറൽ. കാരണം നമുക്കറിയാലോ അതിനകത്ത് ബുക്കിംഗ് വരാൻ പാടില്ലെന്നുള്ളത്. അപ്പോൾ സോൾഡ് ഔട്ട് കാണിക്കും. അല്ല, നിങ്ങൾ കയറിയതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ എന്താണ് ധരിച്ചു? എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംസാരിക്കുന്നത് മനസ്സിലായാം. അപ്പോൾ നിങ്ങളെന്നല്ല ഏതൊരു മനുഷ്യൻ അതിൽ കയറിയിട്ട് ഈ പറഞ്ഞതുപോലെ സെർച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ അതിൽ ക്ലിക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ സോൾഡ് ഔട്ട് കാണിക്കും. പക്ഷേ അതങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്. അതിപ്പോൾ എന്താ പ്രശ്നം? സുഹൃത്തെ, ഇതിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുകയോ കൺസ്യൂമർ കോർട്ടിൽ പോവുകയോ ചെയ്യാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു കൺസ്യൂമർക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ നഷ്ടം എന്താണ്? എനിക്ക് അതാണ് അറിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബുക്ക് ചെയ്താൽ തന്നെ ആ ബുക്ക് ചെയ്യുന്ന അപ്പോൾ തന്നെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അത് നോട്ടാവും. നമ്മൾ കസ്റ്റമർ കെയറിൽ ഡയറക്റ്റ് അത് ഇതാവും. അപ്പോൾ തന്നെ കസ്റ്റമർ കെയറിൽ നിന്ന് അത് ആ സാധനം ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യും. തിരിച്ച് അയാൾ എത്ര രൂപ പേ ചെയ്ത് ആ പേയ്മെൻറ്റ് അയാളുടെ അക്കൗണ്ടിൽ തിരിച്ച് കയറും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. കൺസ്യൂമർ ഓക്കെ, നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായെങ്കിലും ഓക്കെ, ഇതൊന്നും അല്ലല്ലോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സൈറ്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. റെഡ് ബസ്സിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ല. അത് ലീഗലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ എത്രയോ ബസ്സുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, നമ്മൾ റീഫണ്ട് കൊടുക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തോട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അതൊരു റൂട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ആ റൂട്ടിൽ വേറെ ബസ് വരും. അപ്പോൾ ആ ബസ് അവിടെ ഓട്ടോമാറ്റിക്കലി ലൈവ് ആയി കഴിയുമ്പോൾ നമ്മളത് ലൈവ് ആക്കും.
അതിനെന്താ പ്രശ്നം? സാർ ഇത് കണ്ടില്ലേ, ഇത് ഇന്ന് ബാംഗ്ലൂർക്ക് പോണ ബസ്സിൽ 5000 രൂപ ടിക്കറ്റിന് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണെന്നും ഇതൊരു ശുദ്ധമായിട്ടുള്ളൊരു ഇത് എന്താണ് പറയുന്നത് നോക്കൂ. ഇന്റർസിറ്റി സ്മാർട്ട് ബസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും 5000 സീറ്റ് അതാണ് കാണിക്കുന്നത്. അതൊക്കെ ബുക്ക് ചെയ്തിട്ടതായിട്ടും കാണുന്നുണ്ട്. സുഹൃത്തെ, അവരത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നല്ലേ ടിക്കറ്റ്. അത് ബുക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കയറി 5000 രൂപയ്ക്ക് ബുക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആ ബസ് ഉണ്ടെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യട്ടെ. ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ റീഫണ്ട് തരട്ടെ. അതിനകത്തല്ലാതെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ 5000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യണ്ട. കാരണം സെൻട്രൽ ഗവൺമെന്റ് റൂളിൽ തന്നെ ATP വാഹനങ്ങൾക്ക് പ്രത്യേക നികുതി അല്ല പ്രത്യേകമായിട്ടൊരു ചാർജ് ഇതാക്കിയിട്ടില്ല. അത് അവരുടെ ലക്ഷറി ഇതിനകത്ത് വരുന്നത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ചാർജ് അവർക്ക് തീരുമാനിക്കാം. അതാണ് നിയമം. അങ്ങനെ അവർക്ക് തന്നെ ചാർജ് തീരുമാനിക്കാം. അവരുടെ ബസ്സിൽ നിങ്ങൾക്ക് കയറാൻ താല്പര്യം നിങ്ങൾ കയറണ്ട. ഇപ്പം 1500 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്. അപ്പോൾ നിങ്ങൾ 1500 രൂപ ബഡ്ജറ്റുള്ള ലക്ഷറി ബസ്സിൽ കയറാം. ഇനി അതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് 5000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കയറാം. അതൊക്കെ നിങ്ങളുടെ വിവേചന അധികാരമാണ്. പക്ഷേ ഒരാളൊരു സാധനം സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ആ സെല്ല് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ഇതിൽ വരുന്ന കാര്യമല്ല. അത് അവരുടെ മൗലിക അവകാശത്തിൽ വരുന്ന കാര്യം. അവർക്ക് ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ എത്ര ഫെയർ ഇടണം, ഫെയർ കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കാരണം ലക്ഷറി ബസ്സാണ് അത്. ആ ലക്ഷറി ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫെയർ ഇതില്ല, ഫ്ലൈറ്റ് പോലെയാണ്. അവർക്ക് ഫെയർ തീരുമാനിക്കാം. അത് ഏത് രീതി വേണമെങ്കിലും അവർക്ക് തീരുമാനിക്കാം. അത് ഇന്ന രീതിയിൽ തീരുമാനിക്കണം എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടില്ല. ഫ്ലൈറ്റിലും ഇന്റർസ്റ്റേറ്റ് ബസ്സിനും അത് അവർക്ക് തീരുമാനിക്കാം. പിന്നെ നമ്മൾ പാസഞ്ചേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആ ബസ്സിൽ പോകണോ, എനിക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടോ, ബഡ്ജറ്റ് കുറഞ്ഞ ബസ്സിൽ പോകാം. അതൊക്കെ നമ്മുടെ വിവേചന അധികാരമാണ്. നമുക്ക് തീരുമാനിക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ 4000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് 600 രൂപ റീഫണ്ട് കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ ആ ബസ്സിനെതിരെ പർട്ടിക്കുലർ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാം. എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന ടൈംസ് ആൻഡ് കണ്ടീഷൻസ്, എപ്പോഴാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത സമയം, ആ ബസ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം അതിന് മാനദണ്ഡമായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾ എവിടെയെങ്കിലും ആ ബസ് മിസ്സായതാണോ, പല കാരണങ്ങൾ സംഭവിക്കാം. ഇനി അതൊന്നും അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 4000 രൂപയ്ക്ക് ആ ബസ് ടിക്കറ്റ് എടുത്തിട്ട് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾ കുറേ നാൾ പുറകെയാണെന്ന് കഴിഞ്ഞപ്പോൾ 600 രൂപ കിട്ടിയുള്ളെങ്കിൽ അവരുടെ ടിക്കറ്റ് വെച്ചിട്ട് വേണം നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ. സാർ, ദിസ് ഈസ് ദ ടിക്കറ്റ്, ഇതാണ് അവരുടെ ടൈംസ് ആൻഡ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് പ്രകാരമല്ല എനിക്ക് റീഫണ്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോർട്ടിൽ പോകണം. എന്താ പ്രശ്നം, എന്താ തടസ്സം? ആദ്യമായിട്ട് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇന്റർസിറ്റിക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളൊരു നിങ്ങൾക്കൊരു ഇത് കൊടുക്കാമല്ലോ. നിങ്ങളുടെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിരിക്കില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടൊരു കംപ്ലയിന്റ് കൊടുക്കുക. അതാണ് ഇന്ന പോലെ ഞാൻ 4000 രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അതിനുശേഷം ആ വണ്ടി അവർ ഓപ്പറേറ്റ് ചെയ്തില്ല, ദെയർ ഓൺ മിസ്റ്റേക്ക്, അവരുടെ കാരണം കൊണ്ട് അവർ വണ്ടി ഓപ്പറേറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 600 രൂപയാണ് റീഫണ്ട് തന്നത്. ഇത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, വണ്ടിയുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ടും അതുപോലെ തന്നെ നല്ലൊരു തുക നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടവും ഇതെല്ലാം കാണിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞതുപോലെ കേസിനായിട്ടുള്ള പൈസ എല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് റീഫണ്ട് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കും. നിങ്ങൾ ആ കേസിന് വേണ്ടി മുടക്കിയ പൈസയും കിട്ടും, ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫുൾ റീഫണ്ടും കിട്ടും. അതാണ് ലീഗലായിട്ടുള്ള വഴി. എനിക്ക് തോന്നുന്നതാണ്. സാധാരണ ഇത് ഇന്റർസിറ്റി പോലെ അത്രയും ഒരു ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദി ടോപ്പ് ഓപ്പറേറ്ററാണ് ഇന്റർസിറ്റി. അപ്പോൾ ഇന്റർസിറ്റി അതങ്ങനെ ചെയ്യും എന്നുള്ളതിനകത്ത് എനിക്കറിയില്ല. ഒന്നെങ്കിൽ അവർ ബസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫോം ചെയ്യും, ബസ് ഈസ് ക്യാൻസൽഡ്, അത് കാരണം കൊണ്ട് നിങ്ങളുടെ പൈസ ഫണ്ട് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞ് ഫുൾ എമൗണ്ട് റീഫണ്ട് തരും. ഇതാണ് സാധാരണ നടക്കാറ്. ഇനി ഇതിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം കേൾക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ 600 രൂപ, ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ സാധാരണ 600 രൂപ റീഫണ്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പം ഞങ്ങളുടെ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് മുന്നേ ആണെങ്കിൽ, 24 മണിക്കൂറിനുള്ളിലാണെങ്കിൽ 50%, 24 മണിക്കൂർ മുന്നേ ആണെങ്കിലാണ്. പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് ഞങ്ങളുടെ കൺസേൺ അല്ലല്ലോ സുഹൃത്തെ. ഞങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ടിക്കറ്റ്സിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പോളിസി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്തെല്ലാം ആ പോളിസി ആപ്ലിക്കബിൾ ആണ്. ആ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങളുടെ റീഫണ്ട് പ്രോസസ്സ് പോവുക, ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല.